Hi everyone. Calicut University M.Com 4th semester Advanced Strategic Financial Management എന്നുള്ള സബ്ജക്റ്റ് ഇത്ത 2021 to 24 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ 2021 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് IRR മെത്തഡ് എന്താണ്, അതിന്റെ ഡിസിഷൻ റൂൾ എന്താണ് എന്നുള്ളത്, EPS എന്താണ്, അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, EVA എന്താണ്, അതേപോലെ തന്നെ MVA എന്താണ്, പിന്നെ ഫിനാൻഷ്യൽ ഇവാലുവേഷൻ ലീസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതേപോലെ തന്നെ മെർജറിന്റെ പ്രൊസീജിയർ എന്താണ്, ലിവറേജ് എഫക്ട് എന്താണ്, ഷെയർ ഹോൾഡേഴ്സിന്റെ റിസ്കിൽ ലിവറേജ് എഫക്ട് എങ്ങനെയാണുള്ളത്, പിന്നെ ഹൊറിസോണ്ടൽ മെർജറും വെർട്ടിക്കൽ മെർജറും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് പാർട്ട് എ. പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ NPVയും IRRും തമ്മിലുള്ള ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് വന്നിട്ടുള്ളത് EVAയുടെ ഒരു പ്രോബ്ലം ആണ്. അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾക്കുണ്ട് EVAയുടെ പ്രോബ്ലം. അത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട് EVAയുടെ പ്രോബ്ലംസ് ഒക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത്. നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ആഫ്റ്റർ ടാക്സും അതിന്റെ അസറ്റ്സിന്റെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ക്യാപിറ്റൽ എംപ്ലോയിഡ് റേറ്റും തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇതിനെ വെച്ചിട്ട് നമുക്ക് EVA കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് ഇതിൽ വന്ന ഒരു പ്രോബ്ലം. പിന്നെ പറയുന്നത് നമുക്ക് ടേക്ക് ഓവർ പറഞ്ഞാൽ എന്താണ്, ടേക്ക് ഓവറിന്റെ പ്രൊസീജിയർ എന്താണ്. അതിനുശേഷം വന്നിട്ടുള്ളത് വോൾട്ടറുടെ മോഡലാണ്. ഓക്കെ, വോൾട്ടറുടെ മോഡലും നമ്മൾ ഡിവിഡൻഡ് തിയറീസിൽ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ അത് നോക്കി പഠിച്ചോളൂ. ഓക്കെ, പിന്നെ അതിനുശേഷം വന്നിട്ടുള്ളത് NPV ആണ്. NPV എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ABC എന്ന് പറഞ്ഞ കോസ്റ്റിംഗ് തന്നിട്ടുണ്ട്, അതിന്റെ മേജർ ആയിട്ടുള്ളൊരു, അതായത് അതിന്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ അതിനുശേഷം ആ പ്രോജക്റ്റിന്റെ ലൈഫ് എത്രയാണ് തന്നിട്ടുണ്ട്, പിന്നെ അതിനുശേഷം ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്, പിന്നെ 3 പ്രോജക്റ്റുടെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. നിങ്ങൾക്ക് 2021 വന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത്. ഓക്കെ, അതുകൂടി നോക്കണേ. പ്രോജക്റ്റ് എയും ബിയും PV ഫാക്ടറും തന്നിട്ടുണ്ട്. NPV ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനുശേഷം വന്നിട്ടുള്ളത് നമ്മളുടെ മെർജർ. എക്സ്പ്ലെയിൻ ദ ഫിനാൻഷ്യൽ ഇമ്പാക്ട് ഓഫ് മെർജർ ഓഫ് 2 ഡിഫറെന്റ് ഓർഗനൈസേഷൻ. 2 ഡിഫറെന്റ് ഓർഗനൈസേഷൻ വരുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഇമ്പാക്ട് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പിന്നെ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ ഡിവിഡൻഡ് പോളിസി എന്താണ്, അതിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്. അതിനുശേഷം നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത് ഒരു പ്രോബ്ലം ആണ്. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ടേക്ക് ഓവറിന്റെ ബേസിസിൽ വന്ന ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് ഫിനാൻഷ്യൽ ഡേറ്റാന്റെ 3 കമ്പനീസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർസ്, ഏർണിംഗ്സ്, മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡീഷണൽ ഇൻഫർമേഷൻസും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്കൊരു പ്രോബ്ലം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മെർജറിന്റെ ബേസിസിൽ വരുന്ന ഒരു പ്രോബ്ലം ആണ്. മെർജർ ചെയ്തിട്ടില്ല ഞാൻ പ്രോബ്ലം. ഓക്കെ, നിങ്ങൾ ഈ പ്രോബ്ലം നോക്കിയേക്ക്. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ഏർണിംഗ്സും മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർസ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് മെർജറുടെ പ്രോബ്ലം ആണ്. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് 2 കമ്പനി തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ അഡീഷണൽ ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. EPS, നമുക്ക് EPS കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. മെർജറിന്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. അതിനുശേഷം ഒരു തിയറിയാണ് നമ്മുടെ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ ഡിസിഷൻ ഇതെങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബേസിസിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് പാർട്ട് സിയിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ 2022 ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് പാർട്ട് എയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണ്, ഡയറക്ട് ലീസ് പറഞ്ഞാൽ എന്താണ്, കോൺക്ലറമേറ്റ് മെർജറും കോൺസ്ട്രിംഗ് മെർജറും അത് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ, MBV പറഞ്ഞാൽ എന്താണ്, പിന്നെ ടേക്ക് ഓവർ എന്ന് പറയുന്നത് ഹോസ്റ്റൽ ടേക്ക് ഓവർ വെച്ച് നോക്കുന്ന സമയത്ത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ രണ്ടും തമ്മിൽ എന്തൊക്കെയോ സിമിലാരിറ്റീസ് അങ്ങനെയുള്ള ഒരു രീതിയിലോട്ട് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ സെൽ ഓഫ് എന്താണ്, സസ്റ്റൈനബിൾ ഗ്രോത്ത് റേറ്റ് എന്താണ് പാർട്ട് എയില്. പാർട്ട് ബിയിലോട്ട് നോക്കുകയാണെങ്കിൽ വോൾട്ടറുടെ മോഡലിൽ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് പറഞ്ഞിട്ടുള്ളത് ക്യാപിറ്റൽ സ്ട്രക്ചറിന്റെ ബേസിസിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളുടെ ഫിനാൻഷ്യൽ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫിനാൻഷ്യൽ ലിവറേജിന്റെ പ്രോബ്ലം ഒക്കെ, ഫിനാൻഷ്യൽ ലിവറേജിന്റെ പ്രോബ്ലംസ് പറഞ്ഞിട്ട് തനിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഗോർഡന്റെ മോഡലാണ്. ഗോർഡന്റെ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഗോർഡന്റെ മോഡലിന്റെ ഒരു പ്രോബ്ലം ആണ്. പിന്നെ EVAയുടെ ഫീച്ചേഴ്സ്, പിന്നെ നമ്മുടെ ഓപ്ഷൻ പ്രൈസിങ്ങിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് ബെനിഫിറ്റ്സ് ഓഫ് ലീസ് ടു ദ ബോറോവേഴ്സ്, പിന്നെ അതിനുശേഷം സ്പിൻ ഓഫ് ദ റീസൺസ്. ഇതൊക്കെ പാർട്ട് ബി. പാർട്ട് സിയിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, എക്യുപ്മെന്റ്സിന്റെ കോസ്റ്റിംഗ് തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ പീരീഡ് ഇത്ര പീരീഡ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ ഏത് ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്. അതായത് നമ്മൾക്ക് ഈ ഫേം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, എക്യുപ്മെന്റ് കോസ്റ്റിംഗ് ഇത്രയാണെന്ന് തന്നിട്ടുണ്ട്, 5 ഇയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറേഞ്ച്മെന്റ്സ് ലോൺസും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ലീസിംഗ്
എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാകും. നമുക്ക് അങ്ങനെ വേർഡ്സ് വെച്ച് വായിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ലീസിംഗ് എന്ന ഒരു വാക്ക് കണ്ടപ്പോൾ നമുക്കിത് മനസ്സിലായി ലീസിംഗ് എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ റീസെന്റ്ലി നിങ്ങൾക്ക്, അതായത് 2022 മുതൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ അല്ല നിങ്ങൾക്ക് വരുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ അവിടെ എക്സാം ഹാളിൽ നിന്ന് ഒന്നില്ലെങ്കിൽ മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകും, എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇത് കുറച്ച് ഇൻഡയറക്റ്റ് മോഡ്, അതായത് ഒരു ടെക്നിക്കൽ ടേം എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ എടുത്തു നോക്കുക, ലീസിംഗിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് മനസ്സിലാകും ഇങ്ങനത്തെ പ്രോബ്ലം ഇല്ല, ഏകദേശം ഒരു മോഡൽ എന്നുള്ള രീതിയിലോട്ടുണ്ട്, പക്ഷെ ഇതേപോലത്തെ പ്രോബ്ലം ഒന്നുമില്ല. നമ്മുടെ ഇൻകം ടാക്സിൽ വരുന്ന സെയിം പ്രോബ്ലം ആണ്, നമുക്ക് എമൗണ്ടിന്റെ ഡിഫറൻസേ ഉള്ളൂ, അല്ലെങ്കിൽ സെയിം സ്ട്രക്ചർ ആണ്, നമ്മൾക്ക് ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ബേസിസിൽ വരുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ടാണ് ഞാൻ ലീസിംഗിന്റെ പ്രോബ്ലം ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇനി ഞാൻ സമയം ഉണ്ടെങ്കിൽ ചെയ്തിടാനായിട്ട് നോക്കാം, പക്ഷെ നോക്കാം. ഓക്കെ, ഇതാണ് ലീസിംഗിന്റെ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് കംഫർട്ടബിൾ ആയിട്ടുള്ളവർക്ക് ഇത് ചെയ്യാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഇത് നമ്മളുടെ മെർജറിൽ നിന്ന് വന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, മെർജറിൽ നിന്ന് വന്നൊരു പ്രോബ്ലമാണ്. ലീസിംഗിന്ന് വെച്ച് നോക്കുന്ന സമയത്ത് മെർജർ അത്രത്തോളം ബുദ്ധിമുട്ടല്ല, എന്നാലും കുറച്ച് ഇൻഡയറക്റ്റ് മോഡിൽ തന്നെയാണ് പ്രോബ്ലം വരുന്നത്. കുറച്ച് സമയം എടുക്കും മെർജറും ലീസിംഗും ചെയ്ത് കഴിയാനായിട്ട്. അങ്ങനെയുള്ള ഒരു പ്രശ്നമാണ് ആ രണ്ടിനും ഉള്ളത്. ഓക്കെ, പക്ഷെ നമ്മുടെ മെർജർ എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ ബുക്കിലുള്ള ഒരു സെയിം ഒരു രീതിയിലോട്ട് ഏകദേശം ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് 2 തിയറി പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മെർജറും അക്വിസിഷനും, അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്താണെന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ടും ലിവറേജ് ബൈ ഔട്ട് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും. നിങ്ങൾക്ക് ആ പ്രോബ്ലം വെച്ച് നോക്കുന്ന സമയത്ത് തിയറിയിൽ കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിനെ വെച്ച് നോക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലാണ് തിയറിയിലോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ദെൻ നമ്മുടെ 2023യുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അതിൽ നമ്മൾക്ക് എ പാർട്ടിൽ വന്നിട്ടുള്ളത് റിവേഴ്സ് മെർജർ എന്താണ്, EV അപ്രോച്ച് എന്താണ്, MBOയും LBOയും തമ്മിലുള്ള, അതായത് അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതിന്റെ ബേസിസിലാണ്. ഓക്കെ, പിന്നെ സ്പിൻ ഓഫ് എന്താണ്, ഫിനാൻഷ്യൽ ഡിസ്ട്രസ് എന്താണ്, ഇൻഡിഫറൻസ് പോയിന്റ് എന്താണ്, ബട്ടർഫ്ലൈ സ്പ്രെഡ് എന്താണ്. ഇതൊക്കെ പാർട്ട് എയിൽ 4 ക്വസ്റ്റ്യൻസ് എഴുതാൻ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. പാർട്ട് ബിയിലോട്ട് പോകുകയാണെങ്കിലോ നമുക്ക് അവിടെ പറഞ്ഞിട്ടുള്ളത് ഫേം എ കൺസിഡറിങ് acquiring of a firm B by a merger. ഇതും നമ്മളുടെ മെർജറുടെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, പിന്നെ നമ്മളുടെ LBO എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ട്, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഒരു പ്രോബ്ലം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഏതാണ് പ്രോബ്ലം എന്നുള്ളത്. ഓക്കെ, നമ്മളുടെ ലീസിംഗിന്റെ സൈഡിൽ നിന്ന് വന്ന ഒരു പ്രോബ്ലമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലീസിംഗിത്തെ ഇങ്ങനത്തെ ഒരു പ്രോബ്ലമാണ് 2023 ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലമാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്, അത്ര ബുദ്ധിമുട്ടൊന്നും പ്രോബ്ലം ഒന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ലിവറേജിന്റെ. അതിനുശേഷം നമുക്ക് നമ്മുടെ കമ്പനീസ് മോട്ടീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മെർജറിന് വരുന്ന സമയത്ത് അതിന് വേരിയസ് റീസൺസും കാര്യങ്ങളും എന്താണ് എന്നുള്ളതിന്റെ ബേസിസിൽ, പിന്നെ കോർപ്പറേറ്റ് വാല്യുവേഷൻ എന്താണ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, പിന്നെ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലീസും ഫിനാൻഷ്യൽ ലീസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഇതാണ് പാർട്ട് ബി. പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം തന്നിട്ടുണ്ട്, ബൈ ചെയ്യണോ ലീസ് ചെയ്യണോ. ലീസിംഗിൽ നിന്ന് വന്ന ഒരു ചോദ്യം തന്നെയാണ്, ബൈ ചെയ്യണോ ലീസ് ചെയ്യണോ എന്നുള്ള കാര്യമാണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിന് ആൻസർ ചെയ്തിട്ട് ഇതിന് നമ്മൾ ബൈ ചെയ്യണോ ലീസ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നത് നമുക്കൊരു പ്രോബ്ലമാണ്, മെർജറിൽ നിന്ന് വന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, പിന്നെ പറയുന്നത് നമ്മൾക്ക് ലിവറേജ്ഡ് ബൈഔട്ട് എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനുശേഷം ചോദിച്ചിട്ടുള്ളത് ഫിനാൻഷ്യൽ ഡിസ്ട്രസ് ആൻഡ് മോഡ്സ് ഓഫ് ഫിനാൻഷ്യൽ ഡിസ്ട്രസിങ്, അതെന്താന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതാണ് 2023 വന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പിന്നെ 2024 പോയാലോ അവിടെ നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പാർട്ട് എയിൽ LBO എന്താണ്, ബിയർ ഹഗ് എന്താണ്, അതേപോലെ തന്നെ നമ്മൾക്ക് ലീസ് ട്രാൻസ്ഫർ എന്താണ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്, സ്പിൻ ഓഫും സെൽ ഓഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ക്യാപിറ്റൽ റേഷനിങ് എന്താണ്, ഡെൽറ്റ വർണ്ണ എന്താണ്. ഇത് പാർട്ട് എ. പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്കൊരു പ്രോബ്ലമാണ്. പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളുടെ മെർജറിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, പിന്നെ അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ളത് ലിവറേജിന്റെ ഒരു പ്രോബ്ലം. അതിനുശേഷം ലിവറേജ്ഡ് ബൈ ഔട്ടിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ട്, പിന്നെ നമ്മളുടെ ഡിഫെൻസീവ് ടാക്ടിക് അവൈലബിൾ ടു ദ ടാർഗറ്റ് കമ്പനി ടു അവോയ്ഡ് അക്വിസിഷൻ, അതായത് നമ്മളുടെ അക്വിസിഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തില്ലേ, അത് ആരൊക്കെ ചെയ്യണേ എങ്ങനെയാണ് എന്നുള്ളതാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ്, പിന്നെ ലിവറേജ്ഡ് ലീസ് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്താണ്. അതിനുശേഷം നമുക്കൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുള്ളത്
EPS ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് മെർജറിൽ നിന്ന് വന്ന ഒരു പ്രോബ്ലമാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത്. ഓക്കെ, മെർജറിൽ നിന്ന് വന്ന ഒരു പ്രോബ്ലം, ഇതേപോലെ ഒരു പ്രോബ്ലം മെർജറിൽ ഉണ്ടെന്നാണ് ഒരു വിശ്വാസം. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രോബ്ലമാണ് വന്നിട്ടുള്ളത്. ദെൻ പാർട്ട് സിയിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ഓപ്ഷൻ 1 ഓപ്ഷൻ 2 തന്നിട്ടുണ്ട്. ലീസിംഗ് ആണ്. ഇതിന് നമ്മൾക്ക് നോക്കിയിട്ട് ബൈ ചെയ്യണോ ലീസ് ചെയ്യണോ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾക്ക് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും മെർജറിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ലിവറേജ്ഡ് ബൈ ഔട്ട് എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, പിന്നെ പറയുന്നത് സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. തിയറീസ് ഒന്നും അത്ര കുഴപ്പമില്ല, തിയറീസ് ഒന്നുമില്ല, ബുക്കിലുള്ള തിയറീസ് തന്നെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പക്ഷെ ഈ മെർജറും ലീസിങ്ങും വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് ബ്രെയിൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അത്രയാണ് പ്രോബ്ലം എന്ന് പറയുന്നത്, അല്ലാതെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് വരുന്ന പ്രോബ്ലംസ് ആണ്. ബിക്കോസ് അവിടെ ആകെ 5 ചാപ്റ്ററല്ലേ ഉള്ളൂ. അവർ എന്ത് ചോദിക്കുന്നു പറഞ്ഞാ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് LB എന്താണ്, MBV എന്താണ്, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ആണ്. അങ്ങനെയുള്ള പ്രോബ്ലംസ് അവർ ഇടുന്നേ ഇല്ല. അത് എന്തുകൊണ്ടാന്നുള്ളത് നമ്മൾക്കറിയത്തില്ല. പിന്നെ ബാക്കിയുള്ളത് 4 ചാപ്റ്ററാണ്. 4 ചാപ്റ്ററിൽ ലാസ്റ്റ് ചാപ്റ്റർ ആണെങ്കിലും തിയറിയുമാണ്. പിന്നെ ഉള്ളത് ലിവറേജ്, ലീസിങ്, മെർജർ ആണ്. ലിവറേജിൽ തന്നെ നമ്മൾക്ക് ഡിവിഡൻഡും വരുന്നുണ്ട്. ഡിവിഡൻഡിന്റെ പ്രോബ്ലവും ഉണ്ട്, ലിവറേജിന്റെ പ്രോബ്ലവും ചോദിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ലീസിങ്ങിന്റെ പ്രോബ്ലം, മെർജറുടെ പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ടാകുമല്ലോ. ബിക്കോസ് ആ ചാപ്റ്ററിലാണല്ലോ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ടുള്ളത്. ആദ്യത്തെ ചാപ്റ്ററിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, പക്ഷെ അവർ ചോദിക്കുന്നില്ല, എന്താന്നുള്ളത് അറിയുന്നില്ല. ബിക്കോസ് അത് സിമ്പിൾ ആയതുകൊണ്ടാവാം. അങ്ങനെയും യൂണിവേഴ്സിറ്റി ചിന്തിക്കാലോ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പ്രോബ്ലം കംഫർട്ടബിൾ ആയിട്ടുള്ളവർ പ്രോബ്ലം പഠിച്ചിട്ട് തന്നെ പോകുക. അത്രയും സമയം തിയറി എഴുതണം എന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഉണ്ടാകുമല്ലോ. ഓക്കെ, പ്രോബ്ലം കംഫർട്ടബിൾ ആയിട്ടുള്ളവർ പ്രോബ്ലം പഠിക്കുക, തിയറി കംഫർട്ടബിൾ ആയിട്ടുള്ളവർ തിയറി പഠിക്കുക. പക്ഷെ രണ്ടും ഇല്ലാതെ അതിൽ കുറച്ച് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ രണ്ടിൽ എവിടെയെങ്കിലും ഒന്നിൽ വെച്ച് നിങ്ങൾ പെടും. ഓക്കെ, അതാണ് ഈ പേപ്പേഴ്സിന്റെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബേസിസിൽ നോക്കിയിട്ട് പഠിച്ചിട്ട്